AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഏത് സൈസാണ് ഏറ്റവും നല്ല സൈസ്, അതായത് കൊടുക്കുന്ന പണത്തിന് ഏറ്റവും നല്ല സൈസ് ടൈൽ നമുക്ക് ഏതാണ് വീട്ടിൽ വിടാൻ പറ്റുന്നത്. അപ്പം ടൈലിന്റെ പ്രിന്റും കളറും ഫിനിഷിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണ കാണും. പക്ഷെ സൈസിനെ കുറിച്ച് നമ്മൾ ധാരണ ഉണ്ടാക്കണമെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ഒരു വീട്ടിലേക്ക് ഏത് ടൈല് വിരിക്കണം അല്ലെങ്കിൽ ഒരു വലിയ സൈസ് ടൈല് വിരിക്കണോ എന്നുള്ളതിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ സൈസ് ഇട്ടാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്തുവാന്നുള്ളത്. അപ്പം നമുക്ക് ഇതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇന്ന് മാർക്കറ്റിൽ ഒരു 70% സെയിലും 4x2 സൈസാണ്, അതായത് 120 സെന്റിമീറ്റർ ബൈ 60 സെന്റിമീറ്റർ. അതിന്റെ ഒരു മെയിൻ റീസൺ അതിന്റെ ലോ പ്രൈസിംഗ് ആണ്. ഏതാണ്ട് 29 രൂപ മുതൽ മാർക്കറ്റിൽ കടകൾ അഡ്വർടൈസ് തന്നെ ചെയ്ത് വിൽക്കുന്നുണ്ട്. ഈ ടൈൽസ് അവൈലബിൾ ആണ്. ഏറ്റവും കൂടിയ ടൈല് കജാരിയുടെ 120 റുപ്പീസ്, അതാണ് നമ്മുടെ സ്റ്റോക്കിലുള്ളത്. അപ്പം ഒരു 29 രൂപ മുതൽ 120 രൂപ വരെ ഉള്ള ഈ റേഞ്ചും പിന്നെ അതിനകത്തുള്ള എല്ലാ ഫിനിഷസും എല്ലാ കളേഴ്സും പിന്നെ അതിന്റെ ഉപയോഗിക്കാനുള്ള കൺവീനിയൻസും ഇതെല്ലാം കൊണ്ടായിരിക്കും ഒരു പക്ഷേ 4x2 ഇത്രയും പോപ്പുലർ ആയത്. പല സൈസുകൾ മാർക്കറ്റിലുള്ളപ്പോൾ ഏതെങ്കിലും ഒരു സൈസ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്, അതായത് സൈസിന്റെ മാത്രം ഗുണം കൊണ്ട് സക്സസ്ഫുൾ ആയി പോകുന്ന ഇത് ടൈൽ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. പക്ഷേ ഈ ഒരു 4x2 ഈ കയറ്റത്തിന്റെ ഇടയിൽ നമ്മൾ കാണാൻ പറ്റാതെ പോയ ഒരു ഫാക്ട് ഉണ്ട്. അതാണ് ശരിക്കും 6x4 ടൈൽ, അതായത് 120, 180 സൈസ് 6x4 ടൈലിന്റെ പ്രൈസ് കുറഞ്ഞത്. അതായത് ലിസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ്, കമ്പനി അപ്രൂവ്ഡ് സെല്ലിംഗ് പ്രൈസ് തന്നെ കജാരിയയ്ക്ക് 92 രൂപയ്ക്ക് ടൈലുണ്ട്. സോ 92 രൂപയ്ക്ക് നമുക്ക് ലിസ്റ്റഡ് കമ്പനി പ്രൈസ് ഉണ്ട്. ആ പ്രൈസിന് നമുക്ക് മെറ്റീരിയൽ എടുക്കാം. പക്ഷേ കജാരിയുടെ ടോപ്പ് ലൈൻ പ്രൊഡക്റ്റ് സംതിങ് ലൈക്ക് ദിസ് ഇത് 135 രൂപയാണ്. അപ്പം എല്ലാ പ്രൈസിനും ഉള്ള സാധനമുണ്ട്. പക്ഷെ 100 രൂപയ്ക്ക് താഴെയും കജാരി അവൈലബിൾ ആണ് 6x4 സൈസിലെന്ന് പല കസ്റ്റമേഴ്സിനും ഇത് അറിയത്തില്ല. പിന്നെ 4x2 ഇത്രയും കൺവീനിയന്റ് ആയിട്ട് കിട്ടുമ്പം 4x2 കോൺട്രാക്ടർ റെക്കമെൻഡ് ചെയ്യുന്നു, മേശരി റെക്കമെൻഡ് ചെയ്യുന്നു, ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്യുന്നു, പിന്നെ പ്രൈസും കുറവാണ്. ഇതെല്ലാം കണ്ട് നമ്മൾ 4x2 അങ്ങ് പോവാണ്. പക്ഷേ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ഒരു ഫോക്കസ് കസ്റ്റമേഴ്സിന്റെ കൊണ്ടുവരാൻ നോക്കുന്നത് എന്തുകൊണ്ട് മാക്സിമം വലിയ സൈസ്, അതായത് സ്ലാബ് സൈസിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ സ്ലാബ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 160/80 സൈസിൽ നിന്നാണ്. 160/80 സ്ലാബ് സൈസ് ആണ്. നെക്സ്റ്റ് സ്ലാബ് സൈസ് വരുന്നത് 6x4 ആണ്. അതിന്റെ അടുത്ത സ്ലാബ് സൈസ് വരുന്നത് 8x4 ആണ്. അപ്പം പ്രിഡോമിനന്റ്ലി ഈ 3 സൈസുകളാണ് സ്ലാബ് സൈസ് ആയിട്ട് വരുന്നത്. അതിൽ നമ്മൾ ചെറിയ ടൈൽ, അതായത് 80/80 അല്ലെ 2x2 അല്ലെ 4x2 എന്ന് മാറി നമ്മൾ സ്ലാബ് സൈസസിലേക്ക് വരുമ്പം അതിന് വരുന്ന ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഈ സ്ലാബ് എന്നുള്ള വേർഡിൽ തന്നെ അത് കിടപ്പുണ്ട്. അതായത് നോർമലിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിയ സൈസാണ്. അതുകൊണ്ടാണ് അതിനെ സ്ലാബ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഗ്രാനൈറ്റ് സ്ലാബ് എന്ന് പറയും, മാർബിൾ സ്ലാബ് എന്ന് പറയും. അപ്പം നമുക്ക് ഒരു നോർമൽ നമ്മൾ വിചാരിക്കാൻ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്നതിനെക്കാട്ടിലും വലിയ സൈസാണത്. വലിയൊരു സൈസ് ഫ്ലോറിൽ ഇടുമ്പം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫ്ലോറിന് ക്വാളിറ്റിയോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ബെനിഫിറ്റ്സ് ഒന്നും അതിനകത്തില്ല. അതിന് പ്രത്യേകിച്ച് അതിന്റെ കളറിനകത്തോ കാര്യങ്ങളിലോ ഒന്നിലും ബെനിഫിറ്റ് ഇല്ല. ബെനിഫിറ്റ് ഇരിക്കുന്ന വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ്, വളരെ നേരിയ ഒരു കാര്യത്തിലാണ്. അത് പലപ്പോഴും പലരും നോട്ടീസ് ചെയ്യാറില്ല. അതായത് 4x2 സൈസ് അല്ലെങ്കിൽ 80/80 സൈസ് അല്ലെങ്കിൽ 2x2 സൈസ്, ഈ സൈസിലെ ടൈലുകൾ നമ്മൾ ഫ്ലോറിൽ വിരിച്ചിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ എവറി അതർ സ്റ്റെപ്പ്, അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് അതിന്റെ അടുത്ത സ്റ്റെപ്പ്, അപ്പോൾ ഒന്നെങ്കിൽ ഈ ആദ്യത്തെ സ്റ്റെപ്പോ അല്ലെങ്കിൽ വെക്കാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പോ എപ്പോഴും ഒരു ലൈനിന്റെ പുറത്തേ വീഴത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നിടത്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ ഒരു കാല് ഇതിലാണ്, പക്ഷെ എൻ്റെ കാലിന്റെ ബാക്ക് സൈഡ് ഒരു ലൈനിന്റെ പുറത്താണ്. ഇനി ഞാൻ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ നടന്നു വന്നാൽ എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ലൈക്ക് യു സി അതൊരു എപ്പോഴും ഒരു ലൈനിന്റെ പുറത്ത്. ഇനിയും ഞാൻ കാഷ്വൽ, ഞാൻ ഒരു എഫേർട്ടും എടുക്കണ്ട, എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എപ്പോഴും ഒരു ലൈനിന്റെ പുറത്താണ്. ഇനിയും ഞാൻ ചെയ്ത് കാണിക്കാം. എങ്ങോട്ട് നടന്നാലും ഞാൻ എവിടെ വന്ന് നിൽക്കുന്നോ എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഒരു ലൈനിലായിരിക്കും. ഇത് വളരെ സട്ടിലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മളൊരു വീട്ടിൽ നോർമലി ആരും ചെരുപ്പിടാറില്ല. ഇനി ചെരുപ്പിട്ട് നടന്നാൽ പോലും നമ്മുടെ എവറി സെക്കൻഡ് സ്റ്റെപ്പ് വന്ന് ഒരു ലൈനിൽ വീഴുമ്പോൾ അങ്ങനെ വരാതിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് സ്ലാബ് സൈസസിനകത്ത് ഉണ്ടാകുന്നത്. അപ്പം നമുക്കൊരു 6x4 സൈസ് നമ്മളൊരു സ്ലാബ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കാലുകൾ എവറി സെക്കൻഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ എവറി സെക്കൻഡ് ഒരു തേർഡ് സ്റ്റെപ്പ് ഒരു ജോയിൻറ്റേ വന്ന് വീഴത്തില്ല. അപ്പം ആ അനുഭവം ഒരു വളരെ പ്രീമിയം അനുഭവമാണ്. ഇപ്പം നമ്മൾ ഒരു ചെറിയ വില കുറഞ്ഞ ഒരു സബ് 10 lakh റുപ്പീസ് കാർ ഓടിക്കുന്ന ഒരു 20 lakh റേഞ്ചിലെ കാറിനകത്ത് ഇരിക്കുമ്പോഴും ബേസിക് ലേഔട്ടും ഇൻസ്ട്രുമെന്റ്സും എല്ലാ ഫിക്ചേഴ്സും എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ ഡിഫറൻസ് വളരെ സട്ടിലായിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും. ആ ഒരു സട്ടിലായിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ ഇതിനകത്തും. ഞാൻ പറയുന്നില്ല ഈ ചെറിയ സൈസിനെക്കാട്ടിലും വലിയ സൈസ് ഇടുമ്പോൾ അങ്ങ് ഭയങ്കര വ്യത്യാസം വരും. പക്ഷേ നമ്മൾ ഈ ഒരു ആസ്പെക്ട് ഇന്ന് വരെ എങ്ങും ഒരു ലിറ്ററേച്ചറിലും ഒരു ടൈലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയിലും എങ്ങും ഇത് പറയാത്ത ഒരു കാര്യമാണ്. നമ്മൾ അടുത്ത പ്രാവശ്യം ടൈൽ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വലിയൊരു ടൈൽ വിരിച്ച് ഒരു ഏരിയയിൽ നമ്മൾ
നമ്മൾ പോകുമ്പോൾ, നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഫീറ്റിന് കിട്ടുന്ന ഒരു ഫീലിംഗ് അത് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുടെ സ്ലാബ് സൈസസ് എടുക്കണം. സ്ലാബ് സൈസസിന്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സ്ലാബ് സൈസസിനകത്ത് നമുക്ക് 15 mm തിക്നെസ് ഉള്ള ടൈൽസ് കിട്ടും. സ്ലാബ് സൈസസിനകത്ത് ഇപ്പം ചോയ്സസ് കുറവാണ്, പക്ഷേ വരുന്ന വർഷങ്ങളിൽ ഇതിന്റെ ചോയ്സസ് ഒരുപാട് കൂടും. 15 mm തിക്നെസ് വരുമ്പം ഇത് ഫ്ലെക്സി സ്ലാബിൽ നിന്ന് മാറി ഇത് റിജിഡ് ബോഡി സ്ലാബ്സ് ആവും. നമുക്ക് ആക്ച്വൽ മാർബിളും ഗ്രാനൈറ്റിലും കിട്ടുന്ന ആ ഒരു ഫ്ലാറ്റ്നെസ് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഒരു ബെനിഫിറ്റ് സ്ലാബ്സ് ഉപയോഗിച്ചാൽ, സ്ലാബ്സ് എപ്പോഴും കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്ട്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റും അവർ ഏറ്റവും കൂടുതൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നതും അവരുടെ പേരും പെരുമയും കുറച്ചുകൂടെ കൂട്ടുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൊഡക്ഷനിൽ ഒരു സ്പെഷ്യൽ കെയർ, അതിന്റെ ഇങ്ക് സെലക്ഷൻസിൽ എപ്പോഴും ഏറ്റവും ബെറ്റർ ഇങ്ക്, അതിന്റെ ഗ്ലേസ് സെലക്ഷനിൽ ഏറ്റവും നല്ല ഗ്ലേസും കമ്പനികൾ എടുക്കാൻ ഉറപ്പുവരുത്തും. അതിനൊപ്പം തന്നെ അതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും അവർ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് മെറ്റീരിയൽസും കുറച്ചുകൂടെ ഡിപ്പെൻഡബിൾ മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് സ്ലാബ് സൈസിൽ കിട്ടുന്നത്. സോ ഓൺ ദി ഹോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ല നമ്മുടെ റേഞ്ചിൽ ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ അതിലേക്ക് പോകണം. പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ സ്ട്രെച്ച് ചെയ്താൽ നമുക്ക് സ്ലാബ് സൈസസിലേക്ക് പോകാമെങ്കിൽ ഡെഫിനറ്റ്ലി സ്ലാബ് സൈസസിലേക്ക് പോകണം. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ്.